രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷാബു പ്രസാദ്, ബി.ജെ.പിയിൽ ഏത് പാർട്ടിയിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളത് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സംസ്ഥാന ബി.ജെ.പിയിലെ ഔദ്യോഗിക ചേരിയിലടക്കം സമവാക്യങ്ങൾ മാറുന്നു എന്നുള്ളൊരു വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ജില്ലാ പ്രസിഡന്റുമാരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നതോടെ അങ്ങനെ താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ഒരു പാർട്ടിയിലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തലമുറ മാറ്റം ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനെയാണല്ലോ ഒരു പാർട്ടിയുടെ വൈബ്രൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നും എക്കാലത്തും ഏതെങ്കിലും ഒരു നേതാവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെയോ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന അതല്ലല്ലോ ഒരു ശരിയായ രാഷ്ട്രീയ പാർട്ടി എന്നത് വേണ്ടത്. തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ പുതിയ പ്രവർത്തന പദ്ധതി, അതായത് പ്രവർത്തന ജില്ലകൾ രൂപീകരിക്കുക, അവിടേക്ക് കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ളതും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ഇൻക്ലൂസീവായിട്ടുള്ള രീതിയിൽ സംഘടനാ പുനഃക്രമീകരണം നടത്തുക, ഇതൊക്കെ ബി.ജെ.പി എന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. അങ്ങനെ തന്നെയാണ് ഒരു പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ ഇന്നും ഒരേ രീതിയിൽ ഇങ്ങനെ പോവുക, ആരുടെയെങ്കിലും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചോ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചോ മാത്രം കാര്യങ്ങൾ നീങ്ങുക എന്നത് ഒരിക്കലും രാഷ്ട്രീയത്തില് ആശാവഹമായ ഒരു കീഴ്വഴക്കമല്ല. ബി.ജെ.പി അങ്ങനെ ഒരു പാർട്ടി അല്ല എന്നുള്ളത് അവർ വീണ്ടും തെളിയിക്കുകയാണ്. ഈ ശ്രീ ഷാബു പ്രസാദ്, ഈ ബി.ജെ.പിയുടെ ഒരു നയം അനുസരിച്ച്, അതായത് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നവർ വീണ്ടും ആ സ്ഥാനത്തെത്താനുള്ള സാധ്യത കുറവല്ലേ പൊതുവെ? എന്തായിരുന്നു ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നവർ വീണ്ടും അതിനകത്തെത്താൻ ഇപ്പോൾ വി മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കപ്പെടുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, അത്തരം ചില സാധ്യതകളുണ്ടോ? അത് പൊതുവെ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണോ? ഒരിക്കൽ സംസ്ഥാന പ്രസിഡന്റ് സാധ്യത എനിക്ക് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റിന് 65 വയസ്സ് എന്നൊരു പ്രായപരിധി ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ ജില്ലാ പ്രസിഡന്റുമാർക്ക് 55 വയസ്സ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം എന്തായാലും കാര്യം വി മുരളീധരൻ 2 ടൈം ഇവിടെ പ്രസിഡന്റായിട്ട് ഇരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പേരും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അത് എളുപ്പമാകും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഒരു സംഘടനയുടെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്, പ്രസിഡന്റ് ആകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നും ഇവിടെ നല്ല കൃത്യമായിട്ട് ഇവിടെ അടിത്തട്ടിൽ നിന്ന് വളർന്ന് ഓരോ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും പൾസ് അറിയാവുന്ന, രാഷ്ട്രീയം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രസിഡന്റ് ആകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടലാണ് ഞാനീ പറയുന്നത്. അത് അങ്ങനെയുള്ള പ്രവർത്തകർ ധാരാളമുണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ഏത് സംസ്ഥാനത്തും നോക്കിക്കോളൂ. രാജീവ് ചന്ദ്രശേഖർ ഞാൻ കുറച്ച് കാണുമല്ല, അദ്ദേഹം ബേസിക്കലി ഒരു പ്രൊഫഷണലാണ്, ഒരു ടെക്നോക്രാറ്റ് ആണ്. ആ ലെവലിൽ അദ്ദേഹം പ്രഗത്ഭനാണ്. ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ഇപ്പോൾ മറ്റു പേരുകൾ, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ആ ലിസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ പറയപ്പെടുന്ന പേരുകൾ പി.കെ. കൃഷ്ണദാസിന്റെ പേരുണ്ട്, എം.ടി. രമേശുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ഈ 3 പേരുകളിൽ അത് ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ബി.ജെ.പി ഇതര ബി.ജെ.പി അനുകൂല സംഘടനകളുടെ ഒക്കെ പിന്തുണ അത് ഇതിന് നിർണായകമാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ 3 പേരെ ഏത് തരത്തിലാണ് വിലയിരുത്തുക? അത് ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ആരാണ് ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആവുക, ബി.ജെ.പിയെ നയിക്കേണ്ടത് ആര് എന്നുള്ളത് അത് മറ്റു പാർട്ടികൾ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം തേടേണ്ട കാര്യം ബി.ജെ.പിക്ക് ഇല്ലല്ലോ. അത് ബി.ജെ.പി തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആർ.എസ്.എസ് പോലെയുള്ള സംഘടനകളുടെ കാര്യമാണ്. അതാണ് തീർച്ചയായിട്ടും സംഘത്തിന്റെ അഭിപ്രായം പ്രധാനമാണ്. സംഘത്തിന്റെ അഭിപ്രായം എല്ലാം കണക്കിലെടുത്തുകൊണ്ടും അങ്ങനെ തന്നെയായിരിക്കും അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ആരായിരിക്കും, എന്തായാലും ഇതിന്റെ അകത്ത് ആ സ്ഥാനത്തിന് യോഗ്യതയുള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ വളർത്തുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. പുതിയ ഓരോ സമയത്ത് ഓരോ ലെയർ ഓഫ് ലീഡേഴ്സിനെ തുടർച്ചയായി അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ കണ്ടെത്തുക, വളർത്തുക എന്ന കാര്യത്തിൽ ബി.ജെ.പി എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കർണാടകയിൽ തേജസ്വി സൂര്യയൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു മീറ്റിയോറിക് റൈസാണ് തേജസ്വി സൂര്യക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോ അടുത്ത 1-2 ജനറേഷനിലേക്കുള്ള പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ അവരുടെ കഴിവും പ്രാപ്തിയും കണ്ടറിഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്നോ കാലത്ത് ബി.ജെ.പിക്കുണ്ട്. നരേന്ദ്രമോദി അങ്ങനെ വന്ന ആളല്ലേ, അമിത്ഷാ അങ്ങനെ വന്ന ആളല്ലേ.
അങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ഒരു ലെഗസി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു കുടുംബത്തിന്റെ അടിച്ചുതളിക്കാരായിട്ട് നിന്നുകൊണ്ട് വന്നവർ മാത്രം നേതാക്കന്മാരാവുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ ഉള്ളത്. ആ വ്യത്യസ്തത മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് BJP പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. പാലക്കാട് ഇന്നലെ ഉണ്ടായ ഒരു പൊട്ടിത്തെറി, അത് RSS ഇടപെടുന്നു, അത് തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരമാണ്, അത് ഒരുപക്ഷെ നീണ്ടു പോകുക അല്ലെങ്കിൽ അത് സംസ്ഥാന നേതൃമാറ്റം വരെ അതിന്റെ പൾസ് ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലൊക്കെ പല ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? വിലയിരുത്തലുകളും ഈ പറഞ്ഞ പോലെ സ്വപ്നം കാണലും ഒക്കെ ആർക്കും എന്തോ ആകാമല്ലോ. അല്ല, ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ മറുപടി. ഈ വിഷയത്തിനകത്ത് എന്റെ ഉത്തരവാദിത്തം അവിടെയല്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ള ആ മറുപടിയിലും എന്തൊക്കെയോ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ടാ പറഞ്ഞ നിങ്ങളുടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ തോന്നലിന് എങ്ങനെ ബാക്കിയുള്ളവർക്ക് മറുപടി പറയാൻ പറ്റില്ല? ആർക്കും എന്തും തോന്നാവില്ലോ. തോന്നലുകൾക്ക് ഊഹാപോഹങ്ങൾക്കും ഒന്നും മറുപടി പറയാൻ പറ്റില്ല അപർണ. നമുക്ക് മുമ്പ് കൺമുമ്പിലുള്ള റിയാലിറ്റീസിനോട് മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. എന്താണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഉള്ള റിയാലിറ്റി? പാലക്കാടിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഉള്ള റിയാലിറ്റി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രതീക്ഷിച്ചിരുന്നതും പലരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും പോലെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ പ്രശാന്ത് ശിവനെ ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും. ഒരു 35-കാരന് വേണ്ടിയിട്ട് ഇവിടെ നഗരസഭാ ഭരണം BJP കൈവിടുമോ? ഈ രീതിയിലൊക്കെ ആയിരുന്നു. ഒടുവിൽ ആ 35-കാരൻ അവിടെ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ആ നഗരസഭാ ഭരണം അവിടെ തന്നെയുണ്ട്. അവിടെ ഒരു കുട്ടി പോലും രാജിവെച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഒറ്റ കാര്യം കൂടി, ഈ പല പേരുകൾ വരട്ടെ, അതാണ് ഒരു ജനാധിപത്യം എന്ന് താങ്കൾ പറയുമ്പോഴും അത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? എന്താശയക്കുഴപ്പം? ഒരാശയക്കുഴപ്പവുമില്ല. BJP ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. BJP കാലാകാലങ്ങളായി BJPയും സംഘപരിവാറും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് ഈ നാട്ടിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു നരേന്ദ്രമോദി എന്നുള്ള പേര്? അദ്ദേഹം ഒരു ജനകീയ നേതാവായിരുന്നോ? ഒരു ജനകീയനായിരുന്നോ? അതിനു മുമ്പ് ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത മനുഷ്യനായിരുന്നു നരേന്ദ്രമോദി 2001 വരെ. അദ്ദേഹത്തിനെ ഒരു സുപ്രഭാതത്തിൽ BJP അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെ അദ്ദേഹം പിന്നീടുണ്ടായത് ചരിത്രമാണ്, നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതാണ് BJPയുടെ നേച്ചർ. മുരളി മനോഹർ ജോഷി അന്ന് വരെ ഒരു മനുഷ്യരറിയില്ലാത്ത ഒരാളായിരുന്നു. അതായത് ഇന്റലക്ച്വൽ വിങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു മനുഷ്യനായിരുന്നു മുരളി മനോഹർ ജോഷി. അദ്ദേഹത്തെ ഒരു ദിവസം ദേശീയ പ്രസിഡന്റാക്കി. അമിത്ഷാ ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. അത്ര വലിയ പോപ്പുലർ എന്ന് പറയാൻ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് UPയുടെ ചാർജും കൊടുത്ത് UPയിലേക്ക് വിട്ടു. അവിടെ അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചു. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനകീയനായ ഒരു നേതാവായി മാറി. ഇങ്ങനെ നോക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, തേജസ്വി സൂര്യ, ദേവേന്ദ്ര ഫഡ്നാവിസ്. ഏതായാലും ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണോ വരുന്നത് നോക്കാം. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്.